ഓ, അവൾ എത്തിയോ? ആ, എന്താ എന്താണെന്നോ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അവൾ ചോദിക്കുന്നത് കേട്ടില്ലേ? ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മയെ പറയുന്നത്? ആ ബ്രോക്കർ പറഞ്ഞ ചങ്ങനാശ്ശേരിക്കാരൻ പയ്യൻ ഇന്ന് നിന്നെ കാണാൻ വേണ്ടി നിന്റെ ഓഫീസിൽ വന്നിരുന്നു. ആ, നിന്റെ ഈ കോല രൂപം കണ്ടപ്പോഴേ അവൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെടണ്ട, വേറെ നോക്കാം, അത്രയല്ലേ ഉള്ളൂ. വേറെ നോക്കാന്നോ? എങ്ങോട്ട് നോക്കാൻ? ഇത് എത്രാമത്തെ ആലോചന വേണ്ടെന്ന് പറഞ്ഞ് പോകണമെന്ന് എനിക്കറിയോ? അതെങ്ങനെയാ? അവളുടെ കോലം കണ്ടില്ലേ? മര്യാദയ്ക്കൊന്നും ഒരു നടക്കാൻ പോലും അറിയത്തില്ല. എടി, അപ്പുറത്തുള്ള രമ്യനെ രശ്മിനൊക്കെ നീ കണ്ടുപിടിക്ക്. അവർക്ക് തൊരുങ്ങി നടക്കുന്ന കാണണമെന്ന്. അമ്മ, ഞാനിങ്ങനെയാണ്, ഞാനെങ്ങനെയാ മാറുക? ആ, നീ മാറണ്ടടി. നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ നടന്നോ? ഒരു മനുഷ്യൻ നോക്കിയാ പിന്നെ നോക്കാൻ തോന്നത്തില്ലല്ലോ. അമ്മാതിരി കോലത്തിൽ അവൾ നടക്കുന്നേ. എന്നാലും അവളുടെ അഹങ്കാരത്തിലൊരു മാറ്റമില്ലല്ലോ. അവൾക്ക് മാറാൻ പറ്റില്ല പോലും. നിർത്ത്. അപ്പൊ കൊറേ നേരം എന്നെ കിടന്ന് കുറ്റം പറയാൻ തുടങ്ങിയിട്ട് ഞാൻ മുന്നേ ഇങ്ങനെയായിരുന്നോ? ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെയായിരുന്നോ? അമ്മ എന്നെ ഇങ്ങനെയാക്കിയത്, അമ്മ ഒരാളെ എന്നെ ഇങ്ങനെയാക്കിയത്. എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു കണ്ണെഴുതാനും പൊട്ട് തൊടാനും അണിഞ്ഞൊരുങ്ങാനും ഒക്കെ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പി ടി ഒക്കെ വന്നപ്പം ആ സിന്ധു ടീച്ചർ എന്തോ പറഞ്ഞു, അവൾക്ക് ഒരുങ്ങി ഇറങ്ങി നടക്കാൻ അറിയത്തുള്ളൂ, പഠിക്കാൻ ലക്ഷ്യം അറിയത്തില്ല. എന്തിനാ രാവിലെ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി സ്കൂളിലോട്ട് വരുന്നത്? ഏതോമാരെ കാണിക്കാനാ. അതാ ടീച്ചർ പറഞ്ഞ് ഞാൻ സഹിച്ചു. പക്ഷെ പി ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ അമ്മ ചെയ്തെന്നാ തമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന എന്റെ മാല വള എല്ലാ ബോക്സും എടുത്തമ്മ പൊട്ടിച്ചു കളഞ്ഞു. മര്യാദയ്ക്ക് ഇനി കൊണ്ട് പഠിച്ചോളാം, പഠിത്തം മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം. ഈ വക കോപ്പും മുന്നിൽ നീ നടക്കാനാണ് നിന്റെ ഉദ്ദേശം, നീ വെച്ചേക്കത്തില്ല. ഇതൊക്കെ എന്റെ അമ്മ എന്ന് പറഞ്ഞത്. അത് അത് പിന്നെ ഞാൻ അത് അന്നത്തെ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. അമ്മയ്ക്കത് ഒരു നേരത്തെ ദേഷ്യത്തിൽ അമ്മ പറഞ്ഞു പോയതാ. ആ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ എത്ര ദിവസം ഓർത്തിരുന്ന് കരഞ്ഞെന്നറിയോ? ഞാൻ കരഞ്ഞോണ്ടിരുന്നിട്ടും അമ്മ ഇത് കണ്ടില്ല എന്ന് വെച്ച് പോയില്ലേ? എന്നിട്ടോ അതുകൊണ്ട് കഴിഞ്ഞോ? രവിമാമന്റെ കല്യാണത്തിന് പോയ സമയത്ത് എനിക്കതൊരു 12 വയസ്സെന്തോലും ഉണ്ടാകത്തുള്ളൂ. അന്ന് ഞാൻ ഇട്ട ഉടുപ്പിന് കൈയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആരോ ഏതോ ഒരു അമ്മായി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മ എന്തെങ്കിലും പറഞ്ഞേ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വേഷം കിട്ടി അവൾ ഇറങ്ങിക്കോളും. നീ എന്നിട്ട് അച്ഛനും കൂടെ പോയി വാങ്ങിയ ഡ്രസ്സല്ലേ ഇനി മേലെ തൊട്ട് പുറത്തിറങ്ങരുത്. അന്ന് അമ്മ എന്റെ ഉടുപ്പ് കത്തിച്ചു കളഞ്ഞു. എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നറിയോ ഉടുപ്പ്. ആരും അന്വേഷിച്ചിട്ടില്ല. ഇത്ര കൊല്ലം ഞാൻ ഡാൻസ് പഠിച്ചോണ്ടിരുന്ന. എന്നിട്ട് 10ാം ക്ലാസ് എത്തിയപ്പോ പഠിത്താ വലുത്, ഇതിന്റെ ഡാൻസും കോപ്പൊക്കെ നിർത്തിക്കോന്ന് പറഞ്ഞ് എന്റെ ചിലങ്ക എടുത്ത് അമ്മ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് കൊടുത്തു. ഇങ്ങനെ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞു നിങ്ങളാ. എന്നിട്ട് ഇപ്പൊ ഞാനിങ്ങനെ ഇതിന്റെ കുറ്റം പറയുന്ന നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്കിയത്.